കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു CPIM. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ നമ്മുടെ കണ്ടെത്തലിൽ 100 വ്യാജ വോട്ടർമാരാണ്. ഇനിയും ഇതിപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തെ പരിശോധനയിലാണ് ഈ കണക്ക് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. പക്ഷേ 2700 എന്നൊരു വലിയ കണക്ക് CPIM പറയുന്നു. എന്താണ് ഇപ്പോൾ കളക്ടർക്ക് നൽകിയ പരാതിയിൽ CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്? അതായത് സ്മൃതി, നമ്മൾ കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം മുതൽ മാത്രം തുടങ്ങിയ ഒരു അന്വേഷണമാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ നമുക്ക് ഇത്രയും വോട്ടുകൾ, 100 കണക്കിന് വോട്ടുകൾ കണ്ടെത്താനായിട്ടുണ്ട്. അതാകട്ടെ വെറും 4 ബൂത്തുകളിലുള്ളതാണ്. 180-ൽ പരം ബൂത്തുകളുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ. അങ്ങനെയെങ്കിൽ ഒരു ബൂത്തിൽ ഒരു ചുരുങ്ങിയത് 10 എണ്ണം വെച്ച് എത്ര ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നതേ ഉള്ളൂ. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, നമുക്ക് പരിശോധിക്കുകയും ചെയ്യണം കൂടുതൽ കാര്യങ്ങൾ. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ CPIM കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുത്തത് ഒരു വ്യാപകമായ പരാതിയായിരുന്നു. അതായത് എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് പരിശോധിക്കണമെന്നുള്ള പരാതിയായിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായി ആരൊക്കെ ചെയ്തു, ആർക്കൊക്കെ ഈ ഒരു 2 വോട്ടർ ID ഉണ്ട്, ആർക്കൊക്കെ 2 സ്ഥലത്ത് വോട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ TV ചെയ്തത്. ഏതായാലും ഇങ്ങനെ മൊത്തത്തിലൊരു പരാതി കൊടുത്ത സ്ഥിതിക്ക് ജില്ലാ കളക്ടർ ആണിപ്പോൾ ജില്ലാ സെക്രട്ടറിയോട്, CPIM ജില്ലാ സെക്രട്ടറിയോട് നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മറുപടി അയച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർക്ക് ആണ് ഇപ്പോൾ ഒരു മറുപടി അയച്ചിരിക്കുന്നത്. ആ മറുപടിക്ക് ഉടൻ തന്നെ തിരിച്ചയക്കും. അതായത് തങ്ങളുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും, റിപ്പോർട്ടർ TV ശേഖരിച്ച തെളിവുകൾ അടക്കമുള്ളവയെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും തിരിച്ചയക്കുക എന്നും CPIM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും അത് വലിയ വിഷയമാക്കാൻ തന്നെയാണ് CPIMൻ്റെ ഒരു ആലോചന എന്നതാണ് പറയാനുള്ളത്. നമ്മൾ വെറും 4 ബൂത്തുകളിൽ നിന്നാണ് ഇത്രയും വോട്ടുകൾ കണ്ടെത്തിയതെങ്കിൽ 180ഓളം ബൂത്തുകളിൽ എത്രമാത്രം വോട്ടുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യമാണ്. അത് കൃത്യമായി കണ്ടെത്തിയതിന് ശേഷമായിരിക്കും CPIM ഈ ഒരു ചോദ്യത്തിൽ മറുപടി കൊടുക്കുക. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ ചോദ്യത്തിന് CPIM ജില്ലാ സെക്രട്ടറി മറുപടി കൊടുക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്.